പപ്പടം വെച്ചിട്ട് കറി ഉണ്ടാക്കുക. അതിനായിട്ട് ഞാനിവിടെ 10 പപ്പടം ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് പപ്പടം വറുത്ത് കോരിയെടുക്കാം. വറുത്ത് കോരിയെടുക്കുന്ന എണ്ണയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് ഒരു 1.5 സവാള ഞാനിവിടെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് അതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് വഴന്ന് വരാൻ വേണ്ടിയിട്ട് പാകത്തിന് ഉപ്പും ഞാൻ ചേർക്കുന്നുണ്ട്. ഉപ്പിടുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ കൂടെ അതൊന്ന് ചെറുതായിട്ട് മഞ്ഞൾപ്പൊടി ഉള്ളിലേക്ക് ഒന്ന് പിടിച്ച് ഒന്ന് ചെറുതായിട്ടൊരു പച്ചമുളക് മാറി വരുമ്പോൾ ഞാനതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നല്ല എരിവിന് വേണ്ടിയിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതും ഒന്ന് വഴന്ന് വരുമ്പോൾ ഞാനൊരു 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. അതൊന്നും നല്ലപോലെ ഒന്ന് മൂത്ത് നല്ല പച്ചമണം മാറി ബ്രൗൺ കളറാകുമ്പോൾ ഞാനതിലേക്ക് 1.5 ടീസ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. ശേഷം ഞാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ ഞാൻ വഴറ്റുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മിസ്സായിപ്പോയി. അതിനുശേഷം പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ച് ഗ്രേവി ഒരു തിക്കായിട്ട് വരുമ്പോൾ ഒരു നല്ലതുപോലെ കുറുകിയ ഗ്രേവി ആയിട്ട് വരുമ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം അരപ്പൊക്കെ പപ്പടത്തിന് അതിലൊന്ന് പിടിച്ച് വരുന്ന പപ്പടത്തിന് ഉപ്പുള്ളത് കൊണ്ട് ആവശ്യത്തിന് ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രമേ ചേർക്കാവൂ. ഇത് ചപ്പാത്തിയുടെ ഒക്കെ